കഴിഞ്ഞ ദിവസമാണ് നടനും രാഷ്ട്രീയ നേതാവുമായ കൃഷ്ണകുമാർ ഒരു അഭിമുഖത്തിൽ തന്റെ കുടുംബത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത്. അഭിമുഖത്തിൽ ഏവരും ശ്രദ്ധിച്ച പരാമർശം കൃഷ്ണകുമാറിന്റെ മൂത്ത മകൾ അഹാന കൃഷ്ണയെക്കുറിച്ചാണ്. അഹാനയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന സൂചന കൃഷ്ണകുമാർ നൽകി. അഹാന കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിരുന്നു, കല്യാണം കഴിക്കാൻ പോകുവാണെന്ന്. നിമിഷിന്റെ അച്ഛൻ രവിയും ഞാനും 30 കൊല്ലം മുമ്പുള്ള പരിചയമുണ്ട്. സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു. അഹാനയും നിമിഷയുമെല്ലാം ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴാണ് ഞാൻ നിമിഷിനെ പരിചയപ്പെടുന്നത്. നിമിഷ് വളരെ സിമ്പിളും ഹമ്പിളുമാണെന്ന് കൃഷ്ണകുമാർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ പരാമർശം ചർച്ചയാകുകയാണ്. അഹാന ഇതുവരെയും തന്റെ റിലേഷൻഷിപ്പും വിവാഹ പ്ലാനിങ്ങും രഹസ്യമാക്കി വെച്ചതായിരുന്നു. ഇതേക്കുറിച്ച് പല അഭിമുഖങ്ങളിൽ ചോദ്യം വന്നപ്പോൾ അഹാന ഒഴിഞ്ഞു മാറുകയുണ്ടായി. തന്റെ സോഷ്യൽ മീഡിയ ആരാധകർക്ക് വേണ്ടി പ്രത്യേകം സർപ്രൈസായി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താനാകും അഹാന ആഗ്രഹിച്ചത്. എന്നാൽ കൃഷ്ണകുമാർ ഈ പ്ലാനിംഗ് എല്ലാം തകർത്തു എന്നാണ് എല്ലാവരും പറയുന്നത്. ആരാധകർ പറയുന്ന പ്രകാരം അഹാനയും നിമിഷും വർഷങ്ങളായി പ്രണയത്തിലാണ്. എന്നാൽ ഒരിക്കൽ പോലും തങ്ങൾ പ്രണയത്തിലാണെന്ന് അഹാന തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ കൃഷ്ണകുമാർ 2 സെക്കൻഡ് കൊണ്ട് ഈ രഹസ്യം പുറത്താക്കി. ഇഷാനി കൃഷ്ണയുടെ കാമുകനെന്ന് പരിചയപ്പെടുന്ന അർജുനെക്കുറിച്ചും കൃഷ്ണകുമാർ അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതോടെ ഇക്കാര്യത്തിലും ആരാധകർക്ക് വ്യക്തത നൽകി. ഇഷാനി അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പോലും അർജുനുമായുള്ള അടുപ്പത്തിന്റെ വ്യക്തത വരുത്തിയിരുന്നില്ല. അർജുൻ സുഹൃത്താണെന്ന് മാത്രമാണ് ദിയ പറഞ്ഞത്. റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ താല്പര്യമില്ലെന്നും ഭാവിയിൽ എന്ത് സംഭവിക്കാമെന്നും അനാവശ്യ ചർച്ചകൾ ഉണ്ടാക്കാൻ ഇല്ലെന്നാണ് ഇഷാനി പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിലും സ്വകാര്യമായ ചില കാര്യങ്ങൾ അഹാനയും ഇഷാനിയും ബ്ലോഗുകളിലെയും പോസ്റ്റുകളും പങ്കുവെക്കാറില്ല. നിമിഷ് രവി അനഹാനയുടെ ബ്ലോഗിൽ കാണാറുമില്ല. അതേസമയം ദിയ കൃഷ്ണ തൻ്റെ പ്രണയത്തെക്കുറിച്ചും ബ്രേക്കപ്പിനെയെല്ലാം കുറിച്ചും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാറുണ്ട്. ദിയയുടെ മുൻ പ്രണയവും ബ്രേക്കപ്പും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയുമായതാണ്. ഇത് പലപ്പോഴും ദിയയ്ക്ക് തലവേദനയായിട്ടുണ്ട്. കുഞ്ഞ് പിറന്ന ശേഷം തൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്വകാര്യത വേണമെന്ന് ദിയ ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആരും ഉപദേശിക്കേണ്ടെന്നും ജീവിതം ഒരു തുറന്ന പുസ്തകമാക്കേണ്ടതാണെന്നും ഇനി തീരുമാനമെന്ന് ദിയ പറഞ്ഞിരുന്നു.